ഇവിടെ ഞാനൊരു മരുന്നെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മരുന്ന് ഇവിടെ കണ്ടില്ലെങ്കിലും പക്ഷേ വേറെ കുറേ മരുന്നുകൾ ഞാനിപ്പോൾ കണ്ട്. ഇതിപ്പോൾ ഇതാ മുത്തലാണ്. ഞാൻ വന്നത് കഞ്ഞെണ്ണ പറിക്കാനായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇതാ ഇത്രയും മുത്തൽ ഇങ്ങനെ കണ്ട സമയത്ത് ഈ മുത്തലിൻ്റെ ഔഷധ ഗുണം എന്ന് പറയുമ്പോൾ എന്താ അറിയോ, മാനസിക രോഗമുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലൊരു സംഭവമാണിത്. ഇതും നമ്മൾ ബ്രഹ്മിയൊക്കെ അരച്ചിട്ട് ഒരുമിച്ച് ഇതിൻ്റെ നീര് കഴിക്കുന്നത് അങ്ങനെയുള്ള പ്രയാസമുള്ള കുട്ടികളൊക്കെ കഴിക്കും. അതിനൊക്കെ വളരെ നല്ലതാണ് മുത്തൽ എന്ന് പറഞ്ഞ സംഭവം. ഇത് മുത്തൽ അത് മാത്രമല്ല, അങ്ങനെ ഉദരസംബന്ധമായ പല രോഗത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് മുത്തൽ. ഈ മുത്തൽ 2 തരമുണ്ട്. കരിമുത്തലുണ്ട്, വെള്ളമുത്തലുണ്ട്. ഇതിപ്പം വെളുത്ത മുത്തലാണ് നമുക്കിവിടെ കണ്ട്. ഇതിപ്പോൾ ഞാൻ കണ്ട സമയത്ത് ഒന്ന് പറിച്ചെന്നേ ഉള്ളൂ. അതേ രീതിയിൽ ഇവിടെ വേറൊരു മരുന്ന്. ഇത് മണിത്തുമ്പാണ്, പറിച്ചാൽ കിട്ടുന്നില്ല. മണിത്തുമ്പ എന്ന് പറയും, കല്ലുരുക്കി എന്നും പറയും. ഇത് മൂത്രശോധന ഔഷധങ്ങൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ്. എന്താ പറയുക, നമുക്ക് മൂത്രക്കല്ലുള്ള ആളുകൾക്കൊക്കെ ഇത് അരച്ചിട്ട് കഴിച്ചാൽ മൂത്രത്തിലുണ്ടാകുന്ന കല്ലോ പുറത്ത് ചാടിക്കാൻ കഴിയും. ഇത് മാത്രമല്ല, ഇതോടൊപ്പം വേറെ നമ്മൾ പലതും ചേർത്താൻ കഴിയും. ചെറുപൂള അതേ രീതിയിൽ തന്നെ ഞെരിഞ്ഞിലൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിന് മണിത്തുമ്പ എന്നും അറിയപ്പെടുന്നുണ്ട്, കല്ലുരുക്കി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് കണ്ടോ, ഇതൊക്കെ ഇത് തന്നെയാണ്. പക്ഷെ ഞാൻ വന്നത് വേറൊരു മരുന്ന് പറിക്കാനാണ്. അവിടെ കണ്ടില്ല, ഇനി അടുത്ത എവിടെ കാണുമെന്ന് നോക്കാം നമ്മൾ. ഞാൻ വന്നത് ഇത് പറിക്കായിരുന്നു, ഈ കഞ്ഞെണ്ണ ആയിരുന്നു വന്നത്. പക്ഷെ നമ്മൾ വേണ്ടത്ര കഞ്ഞെണ്ണ ഇപ്പം കിട്ടില്ല. ഇപ്പോൾ സമയം വൈകി നോമ്പുറക്കാനായി. ഒരു കഞ്ഞെണ്ണ നമുക്ക് ഇത് വെച്ചിട്ടൊരു എണ്ണ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വയലിപ്പോയാൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. വന്നത് ഇതിനായിരുന്നു. അപ്പോൾ ഇത് കഞ്ഞെണ്ണ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കഞ്ഞെണ്ണ, കയ്യൂന്നി, ഭൃംഗരാജ, കേശരാജ, കേശവർദ്ധന എന്നൊക്കെ അറിയുന്ന ഒരു സംഭവമാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട് തൈലങ്ങളുണ്ട്. മുടിക്ക് കറുപ്പ്, അതിനകത്ത് അഴക്, കണ്ണിന് കുളിർമ, മുടി കൊഴിച്ചൽ, അകാല നര, അതിനൊക്കെ ഉണ്ടാക്കുന്ന മരുന്ന് ചേർക്കുന്ന ഒരു പ്രധാന മരുന്നാണ് കഞ്ഞെണ്ണ. കയ്യന്നാദി വെളിച്ചെണ്ണ, നീരുപൃങ്ങാദി വെളിച്ചെണ്ണ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്. ഇതുപോലുള്ള ഔഷധങ്ങളെ പറ്റി അറിയാനും ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ചുവടെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ആയുർവേദ മരുന്നുകളും ഇതുകൊണ്ട് നിർമ്മിക്കുന്ന ഔഷധങ്ങളൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിക്കുക. അതേ രീതിയിൽ തന്നെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.